നിങ്ങളുടെ പെറ്റ് ഈയിടെയായിട്ട് ചെവി കൂടുതലായിട്ട് സ്ക്രാച്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോ ചെവിയുടെ അകത്തുനിന്ന് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലും ഈയിടെയായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ യുവർ പെറ്റ് കുഡ് ഹാവ് എൻ ഇയർ ഇൻഫെക്ഷൻ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ വെറ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാനുള്ള പല പല റീസൺസ് ഉണ്ട്. അത് ഏതാണെന്ന് നോക്കിയിട്ട് തന്നെ ടൈലേർഡ് ആയിരിക്കും ഇയർ ഇൻഫെക്ഷൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇയർ ഇൻഫെക്ഷൻ വിൽ നീഡ് എൻ ഇയർ ഡ്രോപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇയർ ഇൻഫെക്ഷൻസിന് നമ്മൾ കൂടുതലും ഇയർ ഡ്രോപ്സ് വെച്ചിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓറലി മെഡിക്കേഷൻസ് കൊടുത്താൽ ചിലപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ മിക്ക പെറ്റ്സും ഇയർ ഡ്രോപ്സ് ഇടാനായിട്ട് സമ്മതിക്കാതെ വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം അങ്ങനെ തന്നെ ഇയർ ഇൻഫെക്ഷൻസ് മാറി വരുള്ളൂ. ഇനി ഇയർ ഡ്രോപ്സ് എങ്ങനെയാണ് ഒഴിക്കുന്നത് എന്നും കൂടി നമുക്കൊന്ന് കറക്റ്റായിട്ട് നോക്കാം. നമ്മൾ ഇയർ ഡ്രോപ്സ് ഇടാൻ നേരത്തെ ഇങ്ങനെ ചെവിയുടെ ഫ്ലാപ്പ് മുകളിലേക്ക് പിടിക്കുക. എന്നിട്ട് ഈ ഡ്രോപ്സ് ചെവിയുടെ ബേസിലുള്ള അവിടെയാണ് വെക്കേണ്ടത്. എന്നിട്ട് സ്ക്വീസ് ചെയ്യുക. കാരണം ഇവിടെയാണ് ഇയർ കനാൽ. ബാക്കി ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് കാര്യമില്ല. ഇവിടെ തന്നെ ഡ്രോപ്സ് ഇടുക. ഈ സ്വാബ് കയറി പോകുന്ന സ്ഥലമാണ് ഇയർ കനാൽ. അപ്പം ഈ ഒരു ലൊക്കേഷൻ നോട്ട് ചെയ്തിട്ട് അവിടേക്ക് ഡ്രോപ്സ് ഇട്ടോളൂ.